Hi students, നമ്മൾ നോക്കുന്നത് വയേർഡ് ഇക്വലൻസ് പ്രൈവസി WEP ഇറ്റ്സ് എ പ്രോട്ടോകോൾ ഫോർ വയർലെസ് LAN എൻക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വയർലെസ് LANൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഡിസൈൻ ടു എൻക്രിപ്റ്റ് ഡാറ്റ ഓവർ റേഡിയോ വേവ്സ്. ഇനി WEP പ്രൊവൈഡ് ചെയ്യുന്ന 3 സർവീസസ് ആണ്, അല്ലെങ്കിൽ 3 ഗോൾസ് ഓഫ് സെക്യൂരിറ്റി ആണ്. മെയിനായിട്ടും വരുന്ന 3 ഗോൾസ് ഓഫ് സെക്യൂരിറ്റി ആണ് WEP പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻറ്റഗ്രിറ്റി ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ഈസ് ഓതൻറ്റിക്കേഷൻ ആൻഡ് ആക്സസ് കൺട്രോൾ, തേർഡ് വൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, WEP ഓതൻറ്റിക്കേഷൻ ആൻഡ് ആക്സസ് കൺട്രോൾ. നമ്മൾ പറഞ്ഞ ഓതൻറ്റിക്കേഷൻ ആൻഡ് ആക്സസ് കൺട്രോൾ ആണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ ഒരു STA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനാണ്. ഒരു സ്റ്റേഷൻ, വയർലെസ് സ്റ്റേഷനും അതിൻ്റെ API ആയിട്ട് അസോസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ സ്റ്റെപ്സ് പറഞ്ഞായിരുന്നു, ഒരു 6 സ്റ്റെപ്സ് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ അസോസിയേഷന് മുമ്പ് സ്റ്റേഷൻ എന്ത് ചെയ്യണം? ഓതൻറ്റിക്കേറ്റ് ചെയ്യണം, API ആയിട്ട് ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ എ സിമ്പിൾ ചലഞ്ച് റെസ്പോൺസ് പ്രോട്ടോകോൾ വെച്ചിട്ടാണ് ഈ ഓതൻറ്റിക്കേഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഈ ഓതൻറ്റിക്കേഷൻ പെർഫോം ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് ഇനി പറയുന്നത്. സ്റ്റേഷൻ ടു AP ഓതൻറ്റിക്കേഷൻ റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ APന്ന് ഓതൻറ്റിക്കേറ്റ് ചലഞ്ച്, ആ ചലഞ്ചിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യും. 6 എന്ന് പറയുന്ന ചലഞ്ച്. 6 എന്ന് പറയുന്നത് 128 ബിറ്റ് ലോങ് ആയിരിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ആ ഓതൻറ്റിക്കേഷൻ റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ സ്റ്റേഷൻ എന്ത് ചെയ്യും? ഓതൻറ്റിക്കേറ്റ് ചലഞ്ച് തിരിച്ച് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റേഷൻ എന്ത് ചെയ്യും? ഓതൻറ്റിക്കേറ്റ് റെസ്പോൺസ് തിരിച്ചയക്കും. ഓതൻറ്റിക്കേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് EK(R) ആയിരിക്കും. ഇങ്ങനെയാണ് ഓതൻറ്റിക്കേഷൻ റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ ഓതൻറ്റിക്കേഷൻ റെസ്പോൺസ് തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ AP എന്ത് ചെയ്യും? സ്റ്റേഷന് ഓതൻറ്റിക്കേഷൻ സക്സസ് ഓർ ഫെയിലിയർ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓതൻറ്റിക്കേഷൻ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യും? കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് സക്സസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഫെയിലിയർ ആയിരിക്കും. ഓക്കെ, അതെന്തായാലും അതിൻ്റെ റിപ്ലൈയും കൂടെ കൊടുക്കും. ഇത് എങ്ങനെയാണ് ഈ സ്റ്റെപ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരു ഷെയർഡ് കീ യൂസ് ചെയ്തിട്ടായിരിക്കും. ഈ ഷെയർഡ് കീ എന്ന് പറയുന്നത് 64 ബിറ്റ് കീ ആയിരിക്കും. ഇതിനകത്ത് 2 പാർട്ട് ഉണ്ടായിരിക്കും. ഫസ്റ്റ് പാർട്ട് ഈസ് IV, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സീക്രട്ട് കീ ആയിരിക്കും. IV എന്ന് പറയുന്നത് 24 ബിറ്റ് ആയിരിക്കും. സീക്രട്ട് കീ എന്ന് പറയുന്നത് 40 ബിറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു 64 ബിറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇംപ്ലിമെൻറ്റേഷൻ പെർഫോം ചെയ്യുന്നത്. ഒരു ഷെയർഡ് കീ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളിതിൽ വർക്ക് ചെയ്യുന്നത്. ഈ IV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യലൈസേഷൻ വെക്ടറാണ്. ഇനിഷ്യലൈസേഷൻ വെക്ടർ 24 ബിറ്റും സീക്രട്ട് കീ 40 ബിറ്റും. ഓക്കെ, ഇനി ഒരു പ്രാവശ്യം ഈ ഓതൻറ്റിക്കേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേഷൻ ക്യാൻ സെൻഡ് അസോസിയേഷൻ റിക്വസ്റ്റ് ടു AP. AP എന്ത് ചെയ്യും? ഈ അസോസിയേഷൻ റിക്വസ്റ്റിന് ഒരു റെസ്പോൺസ് തിരിച്ച് അയക്കുകയും ചെയ്യും. ഇഫ് ഓതൻറ്റിക്കേഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ അസോസിയേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കത്തില്ല. സ്റ്റേഷൻ സെൻഡ് ഓതൻറ്റിക്കേഷൻ റിക്വസ്റ്റ് ടു AP, ദെൻ AP സെൻസ് 128 ബിറ്റ് റാൻഡം ചാലഞ്ചസ് ടു ക്ലയൻറ്റ്. അത് നമ്മൾ പറഞ്ഞ സ്റ്റെപ്സ് തന്നെയാണ്. ക്ലയൻറ്റ് യൂസ് ചെയ്യും, എന്ത് ചെയ്യും? ഒരു ഷെയർഡ് കീ യൂസ് ചെയ്ത് ഈ ചലഞ്ചും അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് സെൻഡ് ചെയ്യും, APക്ക് സെൻഡ് ചെയ്യും. AP ഡിക്രിപ്റ്റ്സ് ദ സൈൻഡ് മെസ്സേജ് യൂസിങ് ഷെയർഡ് സീക്രട്ട് കീ, വെരിഫൈസ് ചലഞ്ച് ദാറ്റ് ഇസ് സെൻഡ് ബിഫോർ. അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ 64 ബിറ്റ് കാണും, സീക്രട്ട് കീ 40 ബിറ്റും ഇനിഷ്യലൈസേഷൻ വെക്ടർ 24 ബിറ്റും. ഓക്കെ, ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നത്? ആ ചലഞ്ച് ഒരു പ്രോട്ടോകോളിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. സിമ്പിൾ എന്തായിരുന്നു?
സിമ്പിൾ ചലഞ്ച് റെസ്പോൺസ് പ്രോട്ടോകോൾ. അപ്പോൾ ചലഞ്ചും റെസ്പോൺസും വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് റെസ്പോൺസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. റെസ്പോൺസ് ഈക്വൽ ടു ചലഞ്ച് എക്സോർ കീ സ്ട്രീം ഓഫ് എസ് ഐ വി. എസും ഐ വി ആണ് അതിൻ്റെ പാരാമീറ്റേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്യും, ആ കീ സ്ട്രീമും ചലഞ്ചും വെച്ച് എക്സോർ ചെയ്യുമ്പോഴാണ് നമുക്ക് റെസ്പോൺസ് ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒരു ഫിഗർ ആയിട്ട് കാണിക്കുകയാണ്. സ്റ്റേഷൻ ഉണ്ട്, AP ഉണ്ട്, പിന്നെ ഒരു ഒതൻറ്റിക്കേഷൻ സെർവർ ഉണ്ട്. ഈ ഒതൻറ്റിക്കേഷൻ സെർവറിൻ്റെ നെയിം ഇവിടെ റേഡിയസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്തു, AP ഒരു റിക്വസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു ഐഡൻറ്റിറ്റി റിക്വസ്റ്റ് AP ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും, AP എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ആക്സസ് പോയിന്റ് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, അതിനൊരു ബീക്കൺ മെസ്സേജ് എന്ന് പറയും, ബീക്കൺ മെസ്സേജ് പ്രൊവൈഡ് ചെയ്യും. അതായത് AP അവിടെ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അപ്പോൾ ആ റേഞ്ചിലുള്ള ഏത് സ്റ്റേഷന് വേണ്ടെങ്കിലും ആ ആക്സസ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യാം, അതിന് റിക്വസ്റ്റ് അയക്കാം. ഓക്കെ, അങ്ങനെ ഈ ഐഡൻറ്റിറ്റി റെസ്പോൺസ് എന്ത് ചെയ്യും, APക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഓതൻറ്റിക്കേഷൻ റേഡിയസ് എന്ത് ചെയ്യും, ഈ ആക്സസ് റിക്വസ്റ്റ് ഓതൻറ്റിക്കേഷൻ സെർവറിന് കൊടുക്കും, റേഡിയസ് ആക്സസ് ചലഞ്ച് പ്രൊവൈഡ് ചെയ്യും. അപ്പോഴാണ് പിന്നെ ഓതൻറ്റിക്കേഷൻ റിക്വസ്റ്റ് ഇങ്ങോട്ട് കൊടുക്കുന്നത്, ഓതൻറ്റിക്കേഷൻ റെസ്പോൺസ് കിട്ടും. റേഡിയസ് എന്ത് ചെയ്യും, ആക്സസ് റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യും, ഇവിടുന്ന് ആക്സസ് അക്സെപ്റ്റ് തിരിച്ചയക്കും. അങ്ങനെ ആക്സസ് അക്സെപ്റ്റ് തിരിച്ചിവിടെ വരുമ്പോഴാണ് AP എന്ത് ചെയ്യുന്നത്, ഈ വരുന്ന പ്രോസസ്സിന് അത് സക്സസ് ആണെന്നുള്ളൊരു തിരിച്ചുള്ളൊരു മെസ്സേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാലാണ് നമുക്ക് അസോസിയേഷൻ മെസ്സേജസ് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് സക്സസ് അല്ല, ഫെയിലിയർ ആണെങ്കിൽ നമുക്കിനി അസോസിയേഷൻ മെസ്സേജസ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് അത് 3 ഗോളിനകത്ത് ഒരെണ്ണം, അതായത് ഓതൻറ്റിക്കേഷൻ ആൻഡ് ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഈ കോൺഫിഡൻഷ്യാലിറ്റി ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ഈ മെസ്സേജസിനെ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് സെൻഡ് ചെയ്യുന്നത്. എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും. സ്റ്റേഷൻ ഓതൻറ്റിക്കേറ്റ് ചെയ്യും ഇറ്റ് സെൽഫ് ടു AP യൂസിങ് ചലഞ്ച് റെസ്പോൺസ് പ്രോട്ടോകോൾ വെച്ചിട്ടാണ് സ്റ്റേഷൻ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത്. AP എന്ത് ചെയ്യും, ഒരു ചലഞ്ച് ജനറേറ്റ് ചെയ്യും, എന്നിട്ട് സ്റ്റേഷന് സെൻഡ് ചെയ്യും. സ്റ്റേഷൻ എൻക്രിപ്റ്റ്സ് ദ ചലഞ്ച് ആൻഡ് സെൻഡ് ടു ദ AP. ദ സ്ട്രീം സിഫർ is created using RC4 is used for encryption. ഒരു അൽഗോരിതമാണ്, RC4 അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. സ്റ്റേഷൻ കമ്പ്യൂട്ട് കീ സ്ട്രീം, സ്റ്റേഷനാണ് കീ സ്ട്രീം കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഡിക്ഷണറി അറ്റാക്ക്, അതേപോലെ ഇതിനകത്ത് ഡിക്ഷണറി അറ്റാക്സ് ഒബ്റ്റെയിൻ ചെയ്യും. അതേപോലെ തന്നെ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സും ഇതിനകത്ത് വരാം, ആ ഷെയർഡ് കീസ് പെർഫോം ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്, അല്ലെങ്കിൽ എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ ആണ്. അതിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് മെസ്സേജ് പ്ലസ് ICV ഇതിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണുള്ളത്, ഇവിടെ ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ഒരു 64 ബിറ്റ് കീ ഉണ്ട് ഇവിടെ, IVയും സീക്രട്ട് കീയും കൂടെ കൊടുത്ത് അത് എങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യും, ഈ RC4ന് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ എന്താണ് ജനറേറ്റ് ചെയ്യുന്ന, ഒരു കീ സ്ട്രീം ജനറേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ മെസ്സേജും ഇതുകൂടെ എക്സോർ ചെയ്തിട്ട് നമ്മുടെ എൻകോഡഡ് മെസ്സേജ് അല്ലെങ്കിൽ എൻക്രിപ്റ്റഡ് മെസ്സേജ് ക്രിയേറ്റ് ആവും. അതിൻ്റെ കൂടെ എന്തും കൂടി അപ്പൻഡ് ചെയ്യും, ഇവിടുത്തെ IVയും കൂടെ ഇനിഷ്യലൈസേഷൻ വെക്ടറും കൂടെ അപ്പൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ പാക്കറ്റ് കിട്ടിയിരിക്കുന്ന ഇങ്ങനെയാണ്, മെസ്സേജ് പ്ലസ് ICV, പിന്നെ അതിൻ്റെ കൂടെ ആ പാക്കറ്റിൻ്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യും, IV ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഇത് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെയാണ് ഈ എൻകോഡിംഗ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് റിസീവറിൽ ഇത് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്, ഇവിടുന്ന് ഈ മെസ്സേജാണ് റിസീവ് ചെയ്യുന്നത്, അതിനകത്തുനിന്ന് IVനെ സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് സീക്രട്ട് കീ അവിടെ ഉണ്ടല്ലോ, ഷെയർഡ് സീക്രട്ട് കീ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യും. എന്നിട്ട് ഈ RC4 വെച്ചിട്ട് എന്ത് ചെയ്യും, ഇതിനെ വീണ്ടും എക്സോർ ചെയ്യും.
RC4ൽ ഈ കീ സ്ട്രീം നമ്മൾ RC4ലേക്ക് കൊടുക്കും. അപ്പോൾ RC4 എന്ത് ചെയ്യും, ഒരു കീ സ്ട്രീം ജനറേറ്റ് ചെയ്തിട്ട് അതും ഇവിടെ വരുന്ന ഈ മെസ്സേജ് പ്ലസ് ICVയും കൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സോർ ചെയ്യുന്നത്. അപ്പം നമുക്ക് മെസ്സേജ് പ്ലസ് ICV എന്ന് പറയുന്ന ഒരു, അതായത് നമ്മുടെ ഡിക്രിപ്റ്റഡ് മെസ്സേജ്, അതായത് ഒറിജിനൽ മെസ്സേജ് നമുക്ക് കിട്ടും. ഇതാണ് എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ എന്ന് പറയുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് എനിക്ക് കാണിച്ചേക്കുന്നത്. അതായത് IVയും കീയും കൂടെ RC4ലേക്ക് കൊടുക്കും. നമ്മുടെ കീ സ്ട്രീം എന്ന് പറയുന്ന ഇതാണ് 0101. ഇത് എക്സോർ ചെയ്യുമ്പോൾ, അതായത് ഈ കീ ഇതും ഇവിടുന്ന് ജനറേറ്റ് ആവുന്ന ഇതും ഇവിടെ കൊടുക്കുന്ന ഇതും കൂടെ, ഇതിൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് 1100. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെയാണ് നമ്മൾ എക്സോർ ചെയ്യുന്നത്. എക്സോർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1001. ഓക്കെ, ഇതാണ് നമ്മുടെ സിഫർ ടെക്സ്റ്റ് അല്ലെങ്കിൽ എൻകോഡഡ് ടെക്സ്റ്റ്. ഇതാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. പ്ലസ് ഈ IVയും കൂടെ, IV ഇതിൻ്റെ ഇവിടെ അപ്പൻഡ് ചെയ്യും. എന്നിട്ട് ഇത് ഇത് എൻക്രിപ്ഷൻ ആണ്. ഇനി എന്ത് ചെയ്യും, ഇതിനെ നേരെ തിരിച്ച് ഡിക്രിപ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ IVനെ എടുത്ത് ഇവിടെ കൊടുത്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി വീക്ക്നെസ് ഓഫ് WP-യുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് മെയിനായിട്ടും, അതായത് ഇത് കണ്ടോ, നമ്മുടെ ഒരു യൂസറുണ്ട്. യൂസർ എൻക്രിപ്റ്റഡ് മെസ്സേജ് പ്ലസ് ICV അല്ലെങ്കിൽ IV സെൻഡ് ചെയ്യുവാണ്. എൻക്രിപ്റ്റഡ് മെസ്സേജ് പ്ലസ് IV അത് സെൻഡ് ചെയ്യുന്ന സമയത്ത് AP-യിലേക്കാണ് സെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു അറ്റാക്കറുണ്ട്. ഈ അറ്റാക്കർക്ക് ഈ വയർലെസ് മീഡിയത്തിലേക്കൂടെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഈ IVനെ ഒബ്റ്റെയിൻ ചെയ്യാം. കണ്ടോ, ഈ IV എന്ന് പറയുന്ന എൻക്രിപ്റ്റഡ് മെസ്സേജിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനെ ഈ അറ്റാക്കറിനിത് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ ഓരോ വരുന്ന IVയും ഡേറ്റാബേസിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള WP കീ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ഈ ലോക്കപ്പ് WP എൻക്രിപ്ഷൻ കീ അസോസിയേറ്റഡ് വിത്ത് ദിസ് അറ്റാക്കർ IV കിട്ടിക്കഴിഞ്ഞാൽ WP എൻക്രിപ്ഷൻ കീ ഡിക്രിപ്റ്റ് ചെയ്ത് എടുക്കാനും പറ്റും. ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു വീക്ക്നെസ് എന്ന് പറയുന്ന WP-യുടെ. അതായത് WP പ്രോട്ടോക്കോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 100% നമുക്ക് വയർലെസ് ലാനിനെ സെക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫ്ലോസ് ഓഫ് WP. എന്തൊക്കെയാണ് ഇതിനകത്തുള്ള പ്രോബ്ലംസ്? ഫസ്റ്റ് വൺ ഈസ് ഓതൻറ്റിക്കേഷൻ ഈസ് ഓൺലി വൺ വേ. അതായത് സ്റ്റേഷൻ മാത്രമേ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നുള്ളൂ, AP ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് APs വരാം. അപ്പോൾ ഇങ്ങനെ ഈ ഡ്യൂപ്ലിക്കേറ്റ് APs വരുന്നതിനെയാണ് റോഗ് APs എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് സെയിം ഷെയർഡ് സീക്രട്ട് കീ യൂസ്ഡ് ഫോർ ഓതൻറ്റിക്കേറ്റഡ് എൻക്രിപ്ഷൻ ആൻഡ് ഓതൻറ്റിക്കേഷനും എൻക്രിപ്ഷനും സെയിം ഷെയർഡ് കീ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അറ്റാക്കറിന് ഈ ഒരു കീ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഓതൻറ്റിക്കേഷനും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, എൻക്രിപ്ഷനും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാൻ പറ്റും. തേർഡ് വൺ, നോ സെഷൻ കീ ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. അതായത് ഓതൻറ്റിക്കേഷൻ്റെ ടൈം സ്ലോട്ട് എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മെസ്സേജ് റീപ്ലേ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഫോർത്ത് വൺ ഈസ് വീക്ക് RC4 കീസ് വീക്കാണ്. അതുകൊണ്ട് അതുകൊണ്ടുള്ള പ്രോബ്ലംസും ജനറേറ്റ് ചെയ്യാം. അപ്പോൾ WP അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വയർലെസ് ലാനിൽ 100% പ്രൊട്ടക്റ്റഡ് അല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വൾനറബിലിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വൾനറബിലിറ്റീസാണ് ഈ ഫ്രെയിം സ്പൂഫിംഗ് എന്നൊക്കെ പറയുന്ന വൾനറബിലിറ്റീസ്. ഓക്കെ, താങ്ക് യു.